അതങ്ങനെ ചെയ്യേണ്ടി വരും. നമുക്കിത് ഓർഡർ ചെയ്താലോ? അതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കിട്ട് ഓർഡർ ചെയ്താൽ മതി. ആ ഫേക്ക് ആപ്പാണോ ചെക്ക് ചെയ്യണം. അത് ഫേക്ക് ആവാനാ സാധ്യത. നമ്മുടെ കയ്യിലെ കാശ് പോവും. കൊറിയർ വരുമ്പോ വേറെ വല്ല സാധനമായിരിക്കും. ഒരാള് 2000 രൂപയുടെ ചുരിദാർ ഓർഡർ ചെയ്തപ്പോഴേ കൊറിയർ വന്നത് 200 രൂപയുടെ തോർത്ത. സൂക്ഷിച്ചൊക്കെ ഓർഡർ ചെയ്യും. പിള്ളേരെ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടത്തി? നാളെ വെളുപ്പിന് 5 മണിക്ക് എല്ലാവരും മെയിൻ ഹാളിലേക്ക് വരാൻ മാഡം പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇത്തവണ വിഷുക്കണി വെക്കുന്നത്. കണി കാണാനും വിഷുക്കൈ നീട്ടം വാങ്ങാനും കൃത്യം 5 മണിക്ക് തന്നെ എത്തണം. ഓ, എത്താം. ബാക്കിയുള്ള പിള്ളേരോടൊക്കെ പറയാനുണ്ട്. ഞാൻ പോട്ടെ, ബൈ. നാളെ വെളുപ്പിനാണ് വിഷുക്കണി. കണി കാണിച്ച് റീന മാമിന്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങിക്കൊടുക്കാന്ന് ആരവിന് നീ വാക്ക് കൊടുത്തിരിക്കുക. നീ അത് വെറുതെ പറഞ്ഞതാണോ? അവനത് വിശ്വസിച്ചിട്ടുണ്ടാവും. ഞാനത് വെറുതെ പറഞ്ഞതല്ല. ആരവിനെ വിഷുക്കണി കാണിച്ച് അവനെ റീന മാമിന്റെ കയ്യിൽ നിന്ന് വിഷുക്കൈ നീട്ടം വാങ്ങിച്ചു കൊടുക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് പാലിച്ചിരിക്കും. ആരവിനെ വിഷുക്കണി കാണിക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അത് നടന്നേക്കും. നീ രണ്ടാമത് പറഞ്ഞേക്കുന്ന കാര്യം റിസ്ക് ആണ്. റീനാമയുടെ കയ്യിൽ നിന്ന് ആരവിന് വിഷുക്കൈ നീട്ടം വാങ്ങി കൊടുക്കുന്നത് ടാസ്കാ. ഇക്കാര്യം നീ ആരവിനോട് പറയണ്ടായിരുന്നു. നടക്കില്ലെന്ന് ആര് പറഞ്ഞു? അത് നടക്കും. എങ്ങനെ നടത്തും? നീ എന്ത് മനസ്സിൽ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ ഞാനൊരു പ്ലാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആ പ്ലാൻ വർക്ക്ഔട്ടായ ഉറപ്പായിട്ടും റീന മാമിന്റെ കയ്യിൽ നിന്നും ആരവിന് കൈനീട്ടം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും. നീ പ്ലാൻ എന്താ അത് പറ. പറയാം. നിങ്ങൾ കൂടെ നിന്നാ ഇത് ചെയ്യാൻ പറ്റും. ഇതൊരു ഞാനിന്മേൽ കളിയാ. ഹൈ റിസ്കി പ്ലേ. റീന മാം ആരവിനെ കണ്ട എല്ലാം തീർന്നു. ഈ റിസ്ക് നമ്മൾ ഏറ്റെടുക്കണോ? വേണം. ആരവിന് ഞാൻ വാക്ക് കൊടുത്തു പോയി. എനിക്കത് പാലിക്കണം. ആരവിന് വാക്ക് കൊടുത്ത സ്ഥിതിക്ക് നമ്മളത് പാലിക്കണം. ഇവള് പറഞ്ഞതുപോലെ നമുക്ക് ചെയ്തു നോക്കാം. ഇത് റിസ്ക് ആണ്. അതെ, റിസ്ക് ആണ്. രണ്ടും കൽപ്പിച്ചെന്നെ നമുക്ക് ഇറങ്ങാം. അതിലൂടെ ആരവിന് സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അവന്റെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം. Music thumping, the crowd is live. 1,000 ladies ready to slide. Music thumping, the crowd is live. 1,000 ladies ready to slide. I got the baddest. ഇത് അൺബോക്സ് ചെയ്യുന്നുണ്ടോ? അൺബോക്സ് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്യണം. സമയമാകുമ്പോ സംഗതി വർക്കൗട്ട് ആവാതെ പോകരുതല്ലോ. സൂക്ഷിച്ച് തുറക്കണേ. അൺബോക്സ് ചെയ്യുമ്പോ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളുണ്ട്. ഏതായാലും നോക്കട്ടെ. On your face, cause you looking to escape with that dope boy sitting in that big boy truck. The 24s on the wheels, looking like you put a good 5 G's in the. ഈ ചരടിലാണ് തീ കൊളുത്തേട്ടത് അല്ലേ? ഇതീ തീ കൊളുത്തിയ അയാള് പറഞ്ഞ സമയത്തിനകം ഇത് പൊട്ടിത്തെറിക്കോ? സംഗതി പൊട്ടാതെ പോയാ എന്ത് ചെയ്യും? ഇതങ്ങനെ പൊട്ടാത്ത നനഞ്ഞ പടക്കമല്ല. വലിയ ശബ്ദമില്ലാതെ പൊട്ടിത്തെറിക്കുന്നോണ്ട് ആരും സംശയിക്കൂല. നാളെ വെളുപ്പിന് 5 മണിക്ക് 5 സുന്ദരികൾക്ക് സൂപ്പർ കണിയാണല്ലോ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇത് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോ 5 സുന്ദരികളുടെ കോലം കാണാൻ നല്ല രസമായിരിക്കും. ആ രസമാണല്ലോ നമ്മുടെ രസം. അവർ 5 മണിക്ക് തന്നെ പുറത്തു വരുമോ? ടൈമിംഗ് കറക്റ്റ് ആകാതെ വന്നാൽ നമ്മുടെ ഈ പ്ലാൻ ചീറ്റി പോവില്ലേ? ടൈമിങ്ങിന് ഒരു പ്രശ്നവും വരില്ല. എല്ലാം അതാത് സമയത്ത് തന്നെ നടത്തും. 5 മണിക്കല്ലേ ഹാളിൽ വിഷുക്കണി കാണാൻ പോവേണ്ടത്. അപ്പൊ 5 മണിക്ക് മുമ്പായി 5 സുന്ദരികൾ ഒരുങ്ങിയിറങ്ങും. അവരൊരുങ്ങിയിറങ്ങുമ്പോ വിഷുക്കണി കാണാൻ വരുന്നതിന് മുമ്പ് അവരെ നമ്മൾ കണി കാണിക്കും. ആ വിഷുക്കണിയാണ് ഈ സാധനം. 5 സുന്ദരികൾ നമ്മുടെ കണി കണ്ട് വിഷുവിന്റെ ഐശ്വര്യം അനുഭവിക്കുന്നത് കണ്ടോളാൻ വയ്യ. എത്ര
ഇത്രയും പെട്ടെന്ന് വെളുപ്പിന് 5 മണിയായിരുന്നെങ്കിൽ ഈ കണി കാണിച്ച് അവളുമാരെ കളിയാക്കി കൊല്ലായിരുന്നു. നാളെ വെളുപ്പിന് 5 മണിക്ക് മുമ്പായി 5 സുന്ദരികളെ 3 റോസസിന്റെ കണി കാണിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോ. അല്ല, ആരവ് റെഡിയായില്ലേ? ആരവേ, ഒന്ന് വേഗം റെഡിയാവ്. ഞാനൊരുങ്ങി കഴിഞ്ഞു.